ആ അത് നന്നായി. നീ ഇപ്പൊ എന്താ പരിപാടി? ഇന്നെ തിരിക്കാണോ? നിർബന്ധമില്ലടാ. ഇന്ന് രാത്രി യാത്ര ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങാം. വെളുപ്പിന് എഴുന്നേറ്റ് പുറപ്പെട്ടാ മതിയല്ലോ. ആ എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. സൂര്യ വിളിച്ചത്. അവര് സന്ധ്യയ്ക്ക് മുമ്പേ ദർശനം നടത്തി. പത്മ താനിവിടെ ഇരിക്കും. എന്താ? നന്ദിനിയുടെ നിർബന്ധത്തിനായാലും സൂര്യ മാലയിട്ട് മലയ്ക്ക് പോയി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവന്റെ ജീവിതം വല്ലാതെ ചേഞ്ച് ആവുന്നു എന്നുള്ളതിന്റെ സൂചനയാണത്. സൂര്യയുടെ പെരുമാറ്റത്തിൽ ഇതുവരെ മാറ്റം വരാത്തത് തന്നോടുള്ള സമീപനത്തിലാണ്. അതിനവനെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. തനിക്കും അതിൽ പങ്കുണ്ടല്ലോ. എന്തു പങ്ക്? കണ്ടോ, ഞാൻ കാര്യം പറയുമ്പോഴേക്കും താൻ ബഹളം വെക്കുകയാണ്. ഞാൻ പറയുന്നത് സമാധാനമായി താൻ കേൾക്കാൻ തയ്യാറായാൽ മാത്രമേ എനിക്കും സംസാരിക്കാൻ താല്പര്യമുള്ളൂ. പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. മുമ്പ് സൂര്യയ്ക്ക് തന്നോടുണ്ടായിരുന്ന വൈരാഗ്യം അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട. അതവന്റെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും പോയില്ല എന്ന് നമ്മളും കരുതി. അവന്റെ രീതികളും അങ്ങനെയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നന്ദിനി അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവൻ പതുക്കെ പതുക്കെ അതൊക്കെ മറന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങൾ മറക്കാനും പൊറുക്കാനും താൻ തയ്യാറായ അവനെ പരിപൂർണമായിട്ടും തിരുത്താൻ നമുക്ക് പറ്റും. സൂര്യയെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. എന്റെ ഭാഗത്തുനിന്ന് ഇതുവരയ്ക്കും അതിനൊരു തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പത്മ, താൻ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ വെച്ച് നടന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. വല്ലപ്പോഴും ഒരിക്കൽ ഇതുപോലെ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. അത് അവന് ഫീൽ ചെയ്യണ്ടേ? ശരി, അവന് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? നന്ദിനിയെ ചൊല്ലിയല്ലേ? നന്ദിനിയെ സൂര്യയുടെ ഭാര്യയായിട്ട് താൻ അംഗീകരിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ താൻ തന്റെ ഈ ഈഗോ ഒന്ന് മാറ്റിവെച്ച. മിടുക്കനാണല്ലോ നിങ്ങള്. സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ ഭംഗിയായിട്ട് അറിയാല്ലേ? സൂര്യ മാലയിട്ട് മലയ്ക്ക് പോയ സാഹചര്യം, ഷോ, ഇതിനേക്കാൾ ഭംഗിയായിട്ട് വേറെ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് തിരിച്ചു വരുമ്പോ അവളെ ഞാൻ മരുമകളായിട്ട് അങ്ങ് സ്വീകരിക്കണം. എന്റെ മരുമകളായിട്ട്, ഈ വീടിന്റെ മരുമകളായി, അല്ലേ? പുറപ്പെട്ടു പോകുമ്പോ ആ വേലക്കാരിക്ക് വാക്കൊടുത്തിരുന്നോ നിങ്ങള്? ഇടോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സൂര്യയായിട്ട് എന്റെ പ്രശ്നങ്ങൾ തീരൂന്നല്ല, ഈ ലോകത്തെ സർവ്വസുഖങ്ങളും എനിക്ക് നേടിത്തരാന്ന് നിങ്ങൾ പറഞ്ഞാലും സുദേവന്റെ മകളെ എന്റെ മരുമകളായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അതിനവൾക്ക് ഒരു യോഗ്യതയില്ല. 10 ജന്മം ജനിച്ചാലും അവൾക്ക് ആ യോഗ്യത ഉണ്ടാവുകയില്ല. അവൾ അംഗീകരിക്കേണ്ടി വന്ന അതിനപ്പുറത്തേക്ക് ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട. ജീവിക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, മരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ. പത്മ, അവളുടെ കാര്യത്തിന് എന്റെ തീരുമാനത്തിനോ വാശിക്കോ ഒരു മാറ്റവും. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ വീട്ടിലെ വേലക്കാരി മാത്രം. അച്ഛനും മോനും കൂടി അവളെ എത്ര വലിയ പദവിയിൽ ഇരുത്തിയാലും ഷീ ഈസ് ജസ്റ്റ് എ സെർവന്റ്. മനസ്സിലായല്ലോ? അതിന്റെ ഇടയിൽ
പറഞ്ഞിട്ട് എന്താ കാര്യം?